എറിക്സൻ്റെ മാനസിക സാമൂഹിക ഘട്ടത്തിലെ രണ്ടാം ഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എറിക്സൻ്റെ മാനസിക സാമൂഹിക വികാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ സ്വയംഭരണം, ലജ്ജ, സംശയം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാലഘട്ടം 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് സംഭവിക്കുന്നത്. എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഈ ഘട്ടത്തിലുള്ള കുട്ടികൾ കൂടുതൽ ആത്മനിയന്ത്രണ ബോധം വളർത്തിയെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ ആത്മനിയന്ത്രണ ബോധം വളർത്തിയെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സ്വാതന്ത്ര്യബോധം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഘട്ടം പറയുന്നത്. ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ കൂടുതൽ സ്വാതന്ത്ര്യബോധം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഘട്ടം പറയുന്നത്. അതായത് അവർ വലുതായി ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരിൽ എങ്ങനെ കൂടുതൽ സ്വാതന്ത്ര്യബോധം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഘട്ടം പറയുന്നത്. ആദ്യഘട്ടം മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആദ്യഘട്ടം മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ രണ്ടാം ഘട്ടം അവർക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയുമോ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, എറിക്സൻ്റെ ആദ്യഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിലാണ്? വിശ്വാസം വേഴ്സ് അവിശ്വാസം. എന്നാൽ രണ്ടാം ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുട്ടികൾക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയുമോ എന്നതിലാണ്. 18 മാസം അഥവാ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ സ്വാതന്ത്ര്യത്തിനും സ്വന്തം ലോകത്തിനും മേൽ നിയന്ത്രണത്തിനും വേണ്ടിയുള്ള ആവശ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത്. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ സ്വന്തം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ ലോകത്തിനു മുന്നിൽ നിയന്ത്രണം ആവശ്യപ്പെടുന്നത്. അതായത് അവർക്ക് സ്വയം സ്വാതന്ത്ര്യം വേണമെന്ന ബോധം അവരിൽ ഉളവാക്കുന്ന പ്രായമാണ് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പലപ്പോഴും മാതാപിതാക്കളെയും പരിചാരകരെയും നിരാശരാക്കുന്നു. ഈ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പലപ്പോഴും മാതാപിതാക്കളെയും പരിചാരകരെയും നിരാശരാക്കുന്നു. എന്നിരുന്നാലും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊച്ചുകുട്ടികളിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഒരു ബോധം വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ്. കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുമ്പോൾ അവർ സ്വയം നിയന്ത്രണബോധം സ്ഥാപിക്കുന്നതിനോടൊപ്പം സ്വന്തം കഴിവുകളിൽ അടിസ്ഥാനപരമായ ആത്മവിശ്വാസം സ്ഥാപിക്കുക കൂടി ചെയ്യുന്നു. അതായത് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുകയും അവർക്ക് സ്വയം നിയന്ത്രണബോധം ഉണ്ടാവുകയും സ്വന്തം കഴിവുകളിൽ അടിസ്ഥാനപരമായ ആത്മവിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ സ്വയംഭരണത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ചില വഴികളുണ്ട്. ഒരു രക്ഷിതാവ് കുട്ടിയുടെ ആശയങ്ങളെ നിരന്തരം നിരസിക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു പരിചാരകൻ ഒരു കുട്ടിയെ സ്വന്തമായി ഒരു തിരഞ്ഞെടുപ്പും നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു കുട്ടി സ്വയം വസ്ത്രം ധരിക്കാനോ ഷൂസ് കെട്ടാനോ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളുടെ ക്ഷമ നഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ അവസരങ്ങളിലെല്ലാം മാതാപിതാക്കൾ കുട്ടികളുടെ സ്വന്തം കഴിവിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഥവാ
കുട്ടിയുടെ സ്വയം ഭരണത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ മാതാപിതാക്കൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഉദാഹരണം, വസ്ത്രങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പോലും പ്രീ സ്കൂളിൽ ധരിക്കാൻ സ്വന്തം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ രക്ഷിതാവ് കുട്ടിയെ അനുവദിക്കുന്നു. ഒരു പരിചാരകൻ തൻ്റെ കുട്ടിയെ ടോയ്ലറ്റ് പരിശീലിപ്പിക്കുകയും കുട്ടിക്ക് സ്വാതന്ത്ര്യബോധം ലഭിക്കുകയും ചെയ്യുന്നു. ഉച്ചഭക്ഷണത്തോടൊപ്പം ഏതു ലഘുഭക്ഷണമാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഒരമ്മയോ അച്ഛനോ കുട്ടിക്ക് അവസരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടിക്ക് സ്വയം അവബോധം ഉണ്ടാവുകയും സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസമുള്ള കുട്ടിയായി കുട്ടി വളരുകയും സാമൂഹികവും അക്കാദമികവും ആയ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടുകയും ജോലികളിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന്, ഓരോ ദിവസവും എന്ത് ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കുക, സ്വന്തമായി വസ്ത്രം ധരിക്കുക, എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുക എന്നെല്ലാം കുട്ടി ഈ പ്രായത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. എറിക്സന്റെ സിദ്ധാന്തം ചൂണ്ടിക്കാട്ടുന്നത് ബാല്യത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നോ സ്വന്തം ചിന്തകൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്നോ നിരന്തരം തടയുന്നത് ദോഷകരമാകാം എന്നാണ്.